അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒഴിച്ചുകറി മത്തങ്ങയും സവോളയും കൂടിയിട്ട് മുളക് കാച്ചിയതാണ്. അപ്പോൾ നമുക്ക് മത്തങ്ങ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാം മത്തങ്ങയാണ്. പിന്നെ ഒരു സവാള, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതെങ്ങനെയാണ് കാച്ചാൻ നോക്കാം. ഇത് നമുക്ക് ചോറിന് മത്തങ്ങ കൊണ്ട് പലതരം കറികളും ഉണ്ടാക്കാട്ടോ. മത്തങ്ങ മുളക് കാച്ചിയത് കൂടിയിട്ട് ചോറിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെ മത്തങ്ങ മുളക് കാച്ചാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ചോറിലേക്ക് ഒരു കറിയില്ലാന്ന് വെച്ചെങ്കിൽ എന്താ വെക്കാന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്ന നേരത്ത് മത്തങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചോറിന് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ മത്തങ്ങ പാത്രത്തിലേക്ക് ഇട്ടു, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളക് കാച്ചിയതാണല്ലോ, അപ്പോൾ നമ്മൾ ഇത്തിരി മത്തങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അത് തീ ചെറുതീയിലിട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം, ഒരു 8 മിനിറ്റൊക്കെ മതി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മത്തങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിത് കാച്ചിയെടുക്കാം. ഇത് കാച്ചണേലാണ് അതിൻ്റെ രുചി ഇരിക്കുന്നത് കേട്ടോ. മത്തങ്ങ മുളക് കാച്ചിയത് കണ്ടല്ലേ, മത്തങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. മത്തങ്ങ കാച്ചിയെടുക്കാനായിട്ട് ചീനിച്ചട്ടി ചൂടായി, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സവാള അരിഞ്ഞതും കറിവേപ്പിലും മാത്രം മതി. ഇതും ഇട്ടിട്ടാണ് നമ്മൾ നന്നായി മൂപ്പിച്ചെടുത്തിട്ട് വേണം കാച്ചിയെടുക്കാൻ. അതിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും മതിയിട്ട്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തങ്ങ മുളക് കാച്ചുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയുടെ കൂടെ ഇട്ടിട്ട് സവാള നമ്മൾ വേവിക്കുക. നമ്മൾ ആ സവാള നമ്മൾ മൂപ്പിച്ചെടുത്തിട്ട് അതിൽ കാച്ചിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ രുചി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വാടാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നു. ഇനി അതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ മുളക് കാച്ചിയിലേക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു 1/2 ടീസ്പൂൺ നിറച്ച് മുളകും പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളെ കാച്ചാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് മത്തങ്ങയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് ഉള്ളിയൊക്കെ സവാള മൂപ്പിച്ചത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇനി നമ്മളിതൊന്ന് മെല്ലെ ഒന്ന് ഉടച്ചെടുക്കാം. വല്ലാണ്ട് വേണ്ട, ഇടയ്ക്കൊരു കഷ്ണങ്ങൾ കിടക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് നോക്കണം. ആ സ്പൂൺ വെച്ചിട്ട് തന്നെ മെല്ലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങ മുളക് കാച്ചിയത്, മത്തങ്ങയും സവാളയും കൂടി മുളക് കാച്ചിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാത്രം മതി ചോറിനാനായിട്ട്. മത്തങ്ങ കൊണ്ട് നമുക്ക് പലതരം വെറൈറ്റികൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ.